ما شد المحامل وتنادوا لي رحيلي جئتهم والدمع سائل يا വാപ്പ ഒന്ന് ദേഷ്യം പിടിച്ചു പത്രേ ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവൾക്ക് വേണ്ടി പൊടിമാറുന്ന കല്യാണം നടത്തിയിട്ട് എനിക്കവന് വേണ്ട എന്ന് പറയുമ്പോൾ വാപ്പയുടെ മനസ്സ് പതറൂലേ. വാപ്പ ദേഷ്യം പിടിച്ചു. ഈ പെൺകുട്ടി പോലീസുകാരെ വിളിച്ചു. 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഉമ്മയും ബാപ്പയും എന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل أنت الشفيع الذي رجع شفاعته على الصراط إذا ما زلت القدم രാത്രി കിടക്കാൻ പോകുന്ന ആ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എങ്കിലും ഭാര്യയോട് തമാശ പറയാനോ ഒന്ന് പുഞ്ചിരിക്കാനോ ഭാര്യ മക്കളുടെ മുന്നിൽ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ സമയം കിട്ടാത്ത കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഭാര്യ മക്കളുടെ കൂടെ ഇരുന്ന് ഒരു 15 മിനിറ്റ് തമാശ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടാത്ത ആളുകളുണ്ട്. തൗഫീഖ് ലഭിക്കാത്ത ആളുകളാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, വീടുകളുണ്ട് പക്ഷെ ഭാര്യ മക്കളും തമ്മിൽ മഹബത്തില്ല. എന്താണ് അതുകൊണ്ട് കാര്യമുള്ളത്? അതുപോലെ തന്നെ ഒന്നുമില്ല. എന്താണ് ഭാര്യയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, മക്കളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ പലതുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ മക്കൾ നമ്മുടേതായി നമുക്ക് സന്തോഷമുള്ളവരായി ജീവിച്ചു മരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇത് മഹാന്മാരെ വിവരിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ സഹോദരിമാരെ, ഇത് വെച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഈ സദസ്സിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളുടെ കാര്യത്തിൽ സന്തോഷമുള്ളവരുമുണ്ട്, വേദനിക്കുന്നവരുമുണ്ട്. മക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ല എന്ന വിഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഹാജിമാരുണ്ട്. മക്കളുടെ മഹത്വം തിരിയണമെങ്കിൽ കല്യാണം കഴിച്ച് 20 കൊല്ലമായ ദമ്പതികൾ ഒരു കുഞ്ഞിന്റെ കാല് കാണാൻ കഴിയാത്ത ദമ്പതികളോട് ചോദിച്ചാൽ അറിയാം ആരാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ മക്കൾ. ഇവിടെയാണ് ആ കുട്ടികളും നിർത്തി പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ ചില കാര്യങ്ങൾ ഒരു ഓട്ടപ്പറച്ചില, കൂടുതൽ പറയാൻ പറ്റില്ലെന്നുള്ള ബോധം എനിക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പൂന്തോപ്പിൽ കടന്നുകൊണ്ട് ഈ മജ്ലിസ് വീക്ഷിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം മഹത്തുക്കളായ സഹാബികളോട് പറഞ്ഞു, അല്ലയോ ഉമറേ, അല്ലയോ സിദ്ദീഖ്, അല്ലാഹു തആല ഓരോ മനുഷ്യനും സുബ്ഹാനല്ലാഹ് ചില രംഗങ്ങൾ അഥവാ നമ്മുടെ പള്ളിപ്പറമ്പിൽ ചില ആളുകൾക്ക് ഹയ്യത്തൻ വഅഖറബൻ, പാമ്പുകളും തേളുകളും ഒന്ന് കൊത്തിവലിക്കുന്ന ചില രംഗങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമല്ലേ? 3-1 നമ്മുടെ ഖബറിൽ വരും. ഒന്നുകിൽ പാമ്പുകൾ കൊത്തും, തേളുകൾ കൊത്തിവലിക്കും, അല്ല എങ്കിൽ ദീഖുൽ ഖബർ, ചില ആളുകളെ ഖബറൊന്ന് പിടിച്ചു കുലുക്കും, ഖബറൊന്ന് ഇടുക്കി കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ജന്നത്തുൽ ബഖീഇൽ കുടിച്ചു വെച്ച ഖബറിൽ ഒരു ഖബറിൽ ഒന്ന് കിടന്നു. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, ഇന്ന് വരെ ഒരു ഖബറിലും അങ്ങ് കിടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ഒരു ഖബറിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ, എന്റെ വാപ്പയുടെ കൈപിടിച്ച് നടക്കാനും എന്റെ ഉപ്പയുടെ ചാരത്തിരുന്ന് കളിക്കാനും അല്ലാഹു തആല എനിക്ക് ഭാഗ്യം നൽകിയില്ല. എന്റെ ഉമ്മയുടെ കൂടെ കളിച്ച് നടന്നു തുച്ഛമായ സ്വയം. എന്റെ ഉമ്മ എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഇവിടെ പറഞ്ഞു. പിന്നീട്
എന്റെ പൊന്നുപോലെ വളർത്തിയ ഫാത്തിമ ബിൻത് അസദ് അഥവാ അലിയാട്ടങ്ങളുടെ ഉമ്മ, ആ ഉമ്മാക്ക് വേണ്ടി കുടിച്ചു വെച്ച ഖബറാണ് ഇത്. ആ ഉമ്മയെ ഖബറിലേക്ക് വെക്കുമ്പോൾ ഖബർ എന്റെ ഉമ്മയെ ബുദ്ധിമുട്ടിക്കരുത്, കുടുസാക്കരുത്, അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഖബറിൽ കിടന്നത് എന്ന് റസൂലുള്ളാഹി പറയുന്നുവെങ്കിൽ എന്റെ പെങ്ങളെ, ചില ആളുകളുടെ ഖബർ ദീഖുൽ ഖബർ കുടുസാക്കി കളയും. മറ്റു ചില ആളുകളോ ഈ അഹബദൽ ജന്നതു വഖതിറബുഹാ, സ്വർഗ്ഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുമെന്ന് പറഞ്ഞല്ലോ. ഖബർ നല്ല വിശാലമായിരിക്കും, ഖബർ നല്ല സ്വർഗ്ഗപൂർണ്ണമായിരിക്കും, ഖബർ നല്ല റാഹത്തുണ്ടാവും. എന്തൊരു മനസ്സമാധാനം, എന്തൊരു സന്തോഷം, എന്തൊരു വിശാലത. മൂന്നാലൊന്നും ഉണ്ടാകുമെന്ന് മഹാന്മാർ വിവരിക്കുന്നുവെങ്കിൽ ഇതിൽ ഏതാണ് വേണ്ടതെന്നെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളടക്കമുള്ള മക്കൾ, നിങ്ങളാണ്, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, അല്ലയോ സഹാബികളെ, 1,00,000-ൽ പരം വരുന്ന അമ്പിയാക്കളെ അല്ലാഹു തആല ദീനീ ദഅവത്തിന് വേണ്ടി ഈ മണ്ണിലേക്ക് അയച്ചിട്ടുണ്ട്. ദീനിന്റെ ദാഇകളായി മുഅ്മിൻ മനുഷ്യ മക്കൾക്ക് ഇസ്ലാമിന്റെ ദീനിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ വേണ്ടി 1,00,000-ൽ പരം വരുന്ന അമ്പിയാക്കളെ ഈ മണ്ണിലേക്ക് അയച്ചുവെങ്കിൽ, അല്ലയോ ഉമറേ, ആ അമ്പിയാക്കൾ മുഴുവനും അല്ലാഹു തആല അവർക്ക് കൊടുത്ത പ്രത്യേക ചില ദുആകളുണ്ട്. അത് അർഹമുർ റഹീമീനായ റബ്ബ് അമ്പിയാക്കൾക്ക് മാത്രം കൊടുത്തൊരു പ്രത്യേകതയാണ്. അല്ലാഹു അവന്റെ അടിമകളിൽ അമ്പിയാക്കൾക്ക് പ്രത്യേകമായ ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. അത് വിളിച്ചു പോയി സിദ്ദീഖേ, ആയിരക്കണക്കായ സ്വഹാബികളെ അമ്പരപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ആ അമ്പിയാക്കൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീവ്രതാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുന്ന സമയം അല്ലാഹു തആല കൊടുത്ത ദുആ ചെലവഴിച്ചു. എന്റെ പെങ്ങളെ, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അമ്പിയാക്കളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 300-ൽ പരം വരുന്ന മുർസലീങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത 25, അതിൽ നിന്ന് ഒന്നുകൂടെ തെരഞ്ഞെടുത്ത 5 പേരിൽ പ്രമുഖരല്ലേ നാട്ടുകാരെ? മൂസാ നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരോപണം നടത്തിയ സമയമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം വ്യഭിചാരിയാണെന്ന് പറഞ്ഞ ആരോപണം നടത്തിയ ഘട്ടം അവിടുത്തെ മനസ്സൊന്ന് പതറി, അവിടുത്തെ മനസ്സൊന്ന് ചിതറി. അല്ലാഹു തആല കൊടുത്ത ദുആ അവിടെ ചെലവഴിച്ചു. റസൂലുള്ളാഹി പറയുന്നു, എന്റെ സഹാബികളെ, എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഞാൻ ഇന്നുവരെ ചെലവഴിച്ചിട്ടില്ല. എന്റെ കാലുകൊട്ട് നെരിയാണി കുട്ടി രക്തം കൊടുക്കുമ്പോൾ, എന്റെ വായിൽ നിന്ന് പല്ല് തുറപ്പിച്ചപ്പോൾ ആ പല്ല് പ്രായാധിക്യം കൊണ്ട് പോയതല്ല, വീണപ്പോൾ തെറിച്ചതുമല്ല, സ്വഹാബത്തെ ആ പല്ല് തെറിപ്പിച്ചതാ. ആ സമയത്തും എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. ഉമറേ, നോക്കുകാരവന്മാരെ, അല്ലാഹുവിന്റെ ഹബീബാണ് പറയുന്നത്. എന്റെ പെണ്ണന്മാരോട്, പെൺകുട്ടികളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അവിടുത്തെ കഴുത്തിലേക്ക് പലതും വലിച്ചിട്ട സമയമുണ്ട്. അവിടുത്തെ പെണ്ണുമകൾ ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് എന്റെ കരളായ ഫാത്തിമയാണ്. സ്ത്രീകളെ, നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ മുത്ത് അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ എന്ന പൊന്നുമകൾ ബാപ്പയുടെ ശരീരത്തിലേക്ക് വലിച്ചിട്ട വസ്തുക്കൾ കണ്ടപ്പോൾ ഓടി വന്നുകൊണ്ട് വാ അബതാ, ഉപ്പാ, പൊന്നുമകളുടെ കണ്ണീര് എത്രയാണ് ഒഴുക്കുന്നത്. ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി വല്ല ചിന്തയിലോ വേറെ വല്ല വിഷയത്തിലോ ആണെങ്കിൽ ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചവിട്ടിൽ ചെന്ന് പറയും, ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്,
നബിയേ ഫാത്തിമയുടെ ഉമ്മ ഫാത്തിമ എന്ന് കേട്ടാൽ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. നബി തങ്ങൾക്ക് ഫാത്തിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ ഫാത്തിമയുടെ കുഞ്ഞിക്കൈകളെ കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിലേക്ക് വലിച്ചിട്ട പലതും എടുത്തു മാറ്റുന്നത്. ഉമറേ, ആ സമയത്തും അല്ലാഹു തആല എനിക്ക് നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചില്ല. ത്വായിഫിലേക്ക് പോകുമ്പോൾ കല്ലെടുത്തെറിഞ്ഞ സമയമുണ്ട്. എന്റെ ആയിഷ എന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വേണ്ടാത്ത ആരോപണം നടത്തിയ സമയമുണ്ട്. അപ്പോഴൊന്നും മനസ്സ് പതറിയ സമയമാണെങ്കിലും എനിക്ക് അല്ലാഹു നൽകിയ ദുആ, എന്റെ റബ്ബ് നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. ആ ദുആ എന്റെ സ്വഹാബത്തെ ഫഖദ് ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി ഫഖദ് ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി. എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ എന്റെ പാവപ്പെട്ട ഉമ്മത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ആ കുട്ടികളിലെ നാട്ടുകാരെ നമ്മൾ അല്ലാഹു തആല എനിക്ക് നൽകിയ ദുആ എന്റെ മക്കൾക്ക് വേണ്ടി മതാ അൽഖാ ഇഖ്വാനി, ഞാൻ എന്റെ മക്കളെ ഒന്ന് കണ്ടുമുട്ടും. അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങൾക്ക് അവിടുത്തെ മക്കളല്ലയോ തങ്ങളെ? ലാ ബൽ അൻതും വസ്ഹാബി, നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ്. വഇഖ്വാനി വഫീ റിവായത്തിൽ വഔലാദി, ആരാണ് എന്റെ മക്കളെന്ന് അറിയുമോ? അല്ലദീന ആമനൂ ബി വലം യറൗനി, എന്നെ കാണാത്ത, എന്റെ കൂടെ നിസ്കരിക്കാത്ത, എന്റെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടാത്ത ധാരാളം പാവങ്ങൾ എന്റെ വഫാത്തിന് ശേഷം വരും. അവര് പാവങ്ങളാണ് സ്വഹാബികളെ. ഈ എന്നോട് വെറുത്തിട്ട് ആ മക്കളൊന്നും ചെയ്യൂല. ശൈത്താൻ പഠിപ്പിച്ചുകൊണ്ട് പലതും ചെയ്യുന്നവരാണ് തങ്ങളെ. യാഥാർത്ഥ്യമല്ലേ? ഇന്ന് വരെ വകതിരിവ് വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് വെറുത്തുകൊണ്ട്, ഖാലിഖായ റബ്ബിനോട് വെറുത്തുകൊണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിൽ ഖാലിഖായ റബ്ബിനെ വെറുത്തിട്ട് റസൂലുള്ളാഹിനെ വെറുത്തിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പാവങ്ങളാണ് നമ്മൾ. ഉണ്ടെങ്കിൽ ഈമാനിന്റെ വെളിച്ചത്തോടെ നടക്കേണ്ടതില്ല. ഇന്ത്യ രാജ്യത്ത് വേറെ കോലത്തിലും വേറെ മതത്തിലൂടെയും ജീവിക്കാമല്ലോ. നമുക്ക് നമ്മുടെ ഹബീബിനോട് വെറുപ്പില്ല, നമ്മ പടച്ച ഖാലിഖായ റബ്ബിനോട് വെറുപ്പില്ല, ഇസ്ലാമാകുന്ന ആ മഹത്തായ ദീനിനോടും വെറുപ്പില്ലല്ലോ. ശൈത്താൻ പഠിപ്പിക്കുന്നവരാൽ എന്റെ അനുജാ നിരാശരാകരുത്. കാരണവന്മാരെ ഒരാളെയും മോശക്കാരാക്കരുത്. ഒരൊറ്റ കുട്ടി അവൻ മോശമാണെന്ന് വിചാരിക്കരുത്. അവനാണ് നല്ലവൻ, അവനാണ് നല്ലവൻ, ഞാനാണ് മോശപ്പെട്ടവൻ. ഈ വഴി പറയുന്നവന്റെ മനസ്സിൽ ഈമാനിന്റെ വെളിച്ചമുള്ള ഏതെങ്കിലും ഒരുത്തനെ കുറിച്ച് അവൻ മോശമാണെന്ന് തോന്നിയാൽ എനിക്ക് അല്ലാഹു തആല നൽകുന്ന ശിക്ഷകളെ കുറിച്ച് വഴി പറയേണ്ട കാര്യമാണ്. അവൻ മോശമാണെന്ന് വിചാരിക്കരുത്. ഞാനാണ് മോശക്കാരൻ, അവരൊക്കെ നല്ലവരാണ്, അവരൊക്കെ നല്ലവരാണ്. ഫീ ഖദ്ദി സിദ്ദീഖ മിനൽ ഖുലഫാഇ ഖത്താരി അസ്വദാരി മിൻ ബുകാഇ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു, വല്ലാതെ കണ്ണീരൊഴുക്കുന്നു. ഈ പാവപ്പെട്ടവന്റെ തിരി എന്നാൽ എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله